ലോകത്തെ ഏറ്റവും പ്രധാന ശക്തിയായി അവകാശപ്പെടുന്ന ചൈന പോലും സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തങ്ങൾക്കും കഴിയില്ല, തങ്ങളുടെ മിസൈലുകൾക്കും കഴിയില്ലെന്നാണ് ഏറ്റവും അവസാനം ചൈന തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചൈന ഒടുവിൽ സമ്മതിച്ചു, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് കഴിയില്ല. അതായത് ഇന്ത്യയുടെ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിനെ ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന 3 മാക്ക് ഇതിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് എന്ന ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ശരിക്കും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഈ ബ്രഹ്മോസ്. ആ ബ്രഹ്മോസിനെ തടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ചൈന തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ആപ്പിലായത് പാകിസ്ഥാനാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ചൈന പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ചൈനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ റഷ്യയുടെ സംവിധാനമുള്ളതുപോലെ മിസൈലുകൾ വന്നാൽ ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളെ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ തകർത്ത് നാമാവിശേഷമാക്കുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. S-400 സുദർശന എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അത് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളതിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തി നമ്മളതിൽ പുതിയ ഗവേഷണമൊക്കെ നടത്തി നമ്മുടേതായ ചില മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വൻ വിജയമായത്. അതുപോലെ ഈ ചൈനയ്ക്കും മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. അത് HQ-9 BHQ-16 HQ-9 BHQ-16 എന്നൊക്കെ പറയുന്ന വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ചൈന ഇപ്പോൾ പറയുന്നത് ഈ HQ-9നും BHQ-16നും ബ്രഹ്മോസിനെ തടുക്കാൻ കഴിയില്ല. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന, ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിനെ തടയാൻ ഞങ്ങളുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അപര്യാപ്തമാണ്, അത് പോരാ, ഞങ്ങൾക്ക് ബ്രഹ്മോസിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അല്ല, പാകിസ്ഥാൻ പറയുകയായിരിക്കും അത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, പിന്നെ എന്തിനാണ് പറയുന്നത്? പാകിസ്ഥാൻ അത് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. പക്ഷേ ആദ്യമൊക്കെ ചൈന പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ പിഴവായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ കുറേ മാറ്റി. പക്ഷേ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ചൈന ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് അത് സാധിക്കില്ല. കാരണം ഈ ബ്രഹ്മോസ് വളരെ താഴ്ന്നു വേണമെങ്കിലും അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കും. വളരെ ഉയരത്തിൽ മാത്രമല്ല, വളരെ താഴ്ന്ന്. ഇതൊരു ഭൗമോപരിതല മിസൈലും കൂടിയാണ്. നമുക്ക് വെള്ളത്തിൽ നിന്നും ഇത് തൊടുക്കാം, അന്തർവാഹിനികളിൽ നിന്നും ഇത് തൊടുക്കാം, അതുപോലെ കപ്പലുകളിൽ നിന്ന് ഇത് തൊടുക്കാം, വിമാനങ്ങളിൽ പോയി വിമാനത്തിൽ നിന്ന് ഇത് തൊടുക്കാം, ഭൂമിയിൽ നമ്മൾ സാധാരണ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിക്കുന്നത് പോലെ ഭൂമിയിലും നിന്ന് ഇത് തൊടുക്കാം. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഉയരം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. എത്ര ഉയരത്തിൽ ഇത് സഞ്ചരിക്കണം, എത്ര താഴ്ന്ന് സഞ്ചരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഉയരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മിസൈലിനെ വളരെ പെട്ടെന്ന് താഴ്ത്തിക്കൊണ്ട് പോകാനും നമുക്ക് ഈ ഇപ്പുറത്തിരുന്ന് അതിൻ്റെ നിയന്ത്രണം ആരാണോ കൈയാളുന്നത് ആ ആളിന് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെച്ചം ഇതിനുണ്ട്. അതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ടാണ് ചൈന അടിയറവ് പറഞ്ഞത്, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന്. ഇത് പാകിസ്ഥാന് വലിയ അടിയായിരിക്കുകയാണ്. ചൈന നാണം കിട്ടു, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് ബ്രഹ്മോസ് മിസൈൽ ചെന്ന് നാശങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ ഈ ലോക ഓഹരി വിപണിയിൽ ചൈനയുടെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വല്ലാണ്ടങ്ങ് ഇടിഞ്ഞ് തകർന്നു. അത് പൊതുവേ യുദ്ധമൊക്കെ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളിൽ, സംഘർഷ സാഹചര്യങ്ങളിൽ അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. അതിനേക്കാളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ചൈനയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൊളിയാണ്. ഈ മിസൈൽ സംവിധാനം മുഴുവനും എന്താ പറയേണ്ട വെറും ഗ്യാസാണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. അതാണ് ആ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാകാൻ, ചൈനീസ് പ്രതിരോധ കമ്പനികൾക്ക് വലിയ ഇടിവുണ്ടാകാൻ കാരണം. നമ്മൾ നേരത്തെ അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തതാണ് ഇരിക്കുക. ഇവിടെ ഇപ്പോൾ വെട്ടിലായത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനാണ് പ്രധാനമായിട്ടും വെട്ടിലായിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആയുധങ്ങളുടെ 83% ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. എന്ന് മാത്രമല്ല, ഈ വാങ്ങിയ സാധനങ്ങളുടെ എല്ലാം ഗുണനിലവാരത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സംശയം ജനിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഈ പറയുന്ന മേന്മ ഇതിനുണ്ടോ? ഇന്ത്യയോട് അടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഈ ആയുധങ്ങൾക്ക് ഇല്ല എന്ന തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, ഈ ചൈനയിൽ നിന്നും വില കുറച്ച് വാങ്ങുന്ന
ചൈനയുമായിട്ട് ചില ധാരണകളുണ്ടല്ലോ. ഈ പാകിസ്ഥാൻ മണ്ണ് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ഉപയോഗിക്കാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാന് വില കുറച്ച് ആയുധങ്ങൾ വിൽക്കും. ആ ആയുധങ്ങൾ ചൈന അല്പം കൂടെ വില കൂട്ടി ഉക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് വിറ്റിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈന് വെറുതെ അല്ല ഉക്രൈൻ റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാത്തത്. കാരണം എല്ലാം ഈ 2ാം നിര 3ാം നിര ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആക്രമണം നടത്താൻ സംഘർഷ സമയത്ത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ ആക്രമണങ്ങൾ നടത്തുക ദുഷ്കരമാണ്, അസാധ്യമാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങിയ ഉക്രൈനിൽ സെലൻസ്കി പണ്ടേ കോമാളിയാണ്, ഇപ്പോൾ എന്താ പറയണ്ടേ, ഒരു ഭീകര കോമാളിയായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാകിസ്ഥാനിൽ നിന്നും ഈ ആയുധങ്ങൾ ആരൊക്കെ വാങ്ങിയോ അവരെല്ലാവരും വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്. പണം പോയത് മിച്ചം, യാതൊരു പ്രയോജനവും അതിൻ്റേതായത് ലഭിക്കുന്നില്ല എന്നുള്ളത് ലഭിക്കില്ലെന്ന് വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 83% ആയുധങ്ങളും ചൈനയിൽ നിന്ന് വാങ്ങിയിട്ട് അതുകൊണ്ട് നയാ പൈസയുടെ പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ഇരുട്ടടിയാണ്. കാരണം ഒരു കാരണവശാലും ഇന്ത്യൻ കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയുടെ ആയുധ വിപണിയിൽ വലിയ കയറ്റുമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കമ്പനികളുടെ ഓഹരി മൂല്യം വർദ്ധിച്ചു. ഇന്ത്യക്ക് വലിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ്, ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു ബ്രഹ്മോസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഇന്ത്യ ആരംഭിച്ചു. മാത്രമല്ല എത്ര ബ്രഹ്മോസ് ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ഈ ഇന്ത്യ എത്ര ബ്രഹ്മോസുകൾ നിർമ്മിച്ച് കൈവശം വെച്ചിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല. അതിനെ സംബന്ധിച്ചൊക്കെ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ ചില വിവരങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഇപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ അതിൻ്റെ എണ്ണത്തിലേക്ക് പോകുന്നില്ല. കാരണം എണ്ണം പറഞ്ഞാൽ തെറ്റിപ്പോകും. ചിലർ 200 എന്ന് പറയുന്നു, ചിലർ 2000 എന്ന് പറയുന്നു. അതൊന്നും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പ്രതിരോധ സേനയുടെ പ്രതിരോധ വിഭാഗത്തിൻ്റെ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരിക്കലും അവർ പുറത്ത് വിടുകയില്ല. ഇപ്പോൾ നമ്മളിൽ നിന്ന് ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് വാങ്ങിയിട്ടുണ്ട്. ആ ഫിലിപ്പൈൻസ് വാങ്ങിയ ബ്രഹ്മോസിനെ കുറിച്ച് പോലും പുറത്ത് കാര്യമായ വിവരങ്ങൾ അതിൻ്റെ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചോ മറ്റ് അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചോ ഒക്കെ ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം എത്ര ശരിയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ മിടുക്ക് എന്താണ്, അതിൻ്റെ മികവ് എന്താണെന്ന് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലാണ് കണ്ടത്. അവിടെ തന്നെ നമുക്ക് ഭാഗികമായിട്ടേ നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. സമ്പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ 12 വ്യോമതാവളങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചു. വലിയ ഗർത്തങ്ങളാണ് റൺവേയിലടക്കം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഈ ബ്രഹ്മോസിൻ്റെ ഏത് വെർഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ബ്രഹ്മോസ് 1, ബ്രഹ്മോസ് 2, ബ്രഹ്മോസ് 3, ഇങ്ങനെ 3-4 തലമുറയായി കഴിഞ്ഞു. അതിൽ ഫിലിപ്പൈൻസ് വാങ്ങിയത് ഏത് തലമുറ, 1ാം തലമുറയിലോ 2ാം തലമുറയിലോ പെട്ടതായിരിക്കും എന്നൊക്കെയുള്ളത് നമ്മുടെ ഊഹമാണ്. ഒരിക്കലും നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. അതൊക്കെ എന്നും പ്രതിരോധ രഹസ്യങ്ങളായിട്ട് തന്നെ തുടരും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ മാരകമായ പ്രഹരം പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ബ്രഹ്മോസ് മാത്രമല്ല, ആകാശ് മിസൈലും അതിന് വലിയ തോതിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഡ്രോണുകളെ മുഴുവനും നശിപ്പിക്കാൻ ആകാശ് മിസൈലാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ സുദർശന 400 എന്ന് പറയുന്ന S-400 സുദർശന എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം കൂടാതെ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ച ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചു. അതുപോലെ ശത്രുവിനെ അടിക്കാൻ, മാരകമായ പ്രഹരമേൽപ്പിക്കാൻ, ആഘാതമേൽപ്പിക്കാൻ നമ്മൾ ബ്രഹ്മോസാണ് ഉപയോഗിച്ചത്. അതെങ്ങനെ വിമാനത്തിൽ നിന്നാണോ കരയിൽ നിന്നാണോ കടലിൽ നിന്നാണോ നമ്മൾ വിന്യസിച്ചത്, അത് അയച്ചത് എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. റഫേലിൽ ഈ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ റഫേലിൽ ഘടിപ്പിച്ച് അങ്ങനെ ആകാശമാർഗത്തിൽ ചെന്ന് ആക്രമിക്കുകയാണോ ഉണ്ടായത്? ഒന്നും കൃത്യമല്ല. അതൊക്കെ എന്നും രഹസ്യങ്ങളായിട്ട് തന്നെ തുടരും. നമുക്ക് ചില ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറയാം എന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ചൈന നാണം കെട്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് ഇനി പഴയതുപോലൊരു ഞങ്ങൾ വലിയ മിടുക്കരാണ്, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒപ്പം ഞങ്ങൾ ആയുധ വിപണിയിൽ വലിയ മുന്നിലാണ് എന്നൊക്കെയുള്ള അവകാശവാദം ഇനി ചൈനയ്ക്ക് മുഴക്കാൻ സാധിക്കില്ല. ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ആകെ നാണം കെട്ടിരിക്കുകയാണ്. ചൈനയുടെ ആയുധങ്ങൾക്കൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാക്കാൻ സാധിക്കില്ല. ശത്രുവിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്നതിലൂടെ വ്യക്തമായിരിക്കുകയാണ്.
എന്തായാലും ആ ആയുധങ്ങൾ 83% തങ്ങളുടെ ആയുധശേഷിയുടെ 83%വും ഈ ചൈനീസ് ആയുധങ്ങൾ വാങ്ങി നിറച്ചു കൂട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ അതിനേക്കാൾ വലിയ അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നത്. കയ്യിൽ ഉള്ള പണവും പോയി കടിക്കുന്ന പട്ടിയെ വാങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന അനുഭവമാണ് പാകിസ്ഥാനുണ്ടായിരിക്കുന്നത്.